ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ്. 4ാമത്തെ യൂണിറ്റ് ക്ലോതിങ് ത്രൂ ഏജസ്. കാലങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്ന് വരുന്ന വസ്ത്രധാരണത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ക്ലോത്തിങ്ങിൽ പോലെ തന്നെ പിന്നീട് ഇങ്ങനെ വെറൈറ്റികൾ കാണാൻ പറ്റുന്നത് എന്തിലാണ്? കണ്ടോ, പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? നമ്മുടെ ആർട്സിലാണ്. കണ്ടോ, കഥകളിയുടെയും തെയ്യത്തിൻ്റെയും ഒക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല ആർട്ട് ഫോംസും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അല്ലേ? നമ്മുടെ ഒരു യുവജനോത്സവമൊക്കെ എടുത്താൽ എന്താണ്, മോഹിനിയാട്ടം, ഭരതനാട്യം, ഒപ്പന, കൈകൊട്ടിക്കളി, അങ്ങനെ പല കളികളും ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പല വെറൈറ്റീസും നമ്മുടെ ആർട്സിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേര് ഇവിടെ എഴുതാൻ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. കണ്ടോ, ഇവിടെ പല പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഏതാണ്? കഥകളി. രണ്ടാമത്തെ തെയ്യം. മൂന്നാമത്തെ മോഹിനിയാട്ടം. നാലാമത്തെ ഭരതനാട്യം. അഞ്ചാമത്തെ ഒപ്പന. ആറാമത്തെ എന്താണ്? ചവിട്ട് നാടകം. ഇങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കഥകളി, ഭരതനാട്യം, തെയ്യം, ഒപ്പന, മോഹിനിയാട്ടം, ചവിട്ട് നാടകം. ഇനി ഡിസ്കസ് ഡൈവേഴ്സിറ്റി ഓഫ് കോസ്റ്റ്യൂംസ് ഇൻ വേരിയസ് ഫോംസ്. ഈ ഒരു ആർട്ട് ഫോംസിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ തെയ്യത്തിൻ്റെ ഡ്രസ്സ് കണ്ടോ, റെഡാണ്. മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സ് വൈറ്റ് ആണ് അല്ലേ? പിന്നെ അവർ ഉപയോഗിക്കുന്ന ജ്വല്ലറികളും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ആർട്ട് ഫോമിലും വരുന്ന ഡ്രസ്സിൻ്റെ വെറൈറ്റിയെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ ആദ്യം ഞാൻ കഥകളിയെ പറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ദർ ആർ മെനി ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസ് ഇൻ കഥകളി ആൻഡ് ഈച്ച് വൺ ഈസ് വോൺ അക്കോർഡിംഗ് ടു ദ റോൾ ദ ഡാൻസർ ഈസ് അബൌട്ട് ടു പ്ലേ. കഥകളിയിൽ തന്നെ പല വ്യത്യസ്തമായ എന്താണ് പറയുക ഡ്രസ്സുകളും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഏത് റോളാണോ നിർവഹിക്കുന്നത്, ആരായിട്ടാണോ അഭിനയിക്കുന്നത് അല്ലേ, അപ്പോൾ അതിനനുസരിച്ചാണ് അവരുടെ ഡ്രസ്സുകളും വരുന്നത്. ഏത് ക്യാരക്ടറാണോ നിർവഹിക്കുന്നത്, ഏത് കഥാപാത്രമായിട്ടാണോ ആ സ്റ്റേജിൽ നിൽക്കുന്നത്, അതിനുതകുന്ന വേഷങ്ങളാണ് അവരുപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടോ, തലയിൽ വലിയൊരു തലപ്പാവ് പോലത്തെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ മുഖത്ത് ഒരു മാസ്ക് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡ്രസ്സ് കണ്ടോ, ഫുൾ സ്ലീവ് ജാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുഴുവൻ കൈയിൻ്റെ കൈപ്പത്തി വരെ കവർ ചെയ്യുന്ന രീതിയിലുള്ള വേഷവിധാനമാണ് അവർ ഉപയോഗിക്കാറ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പാവാടയുടെ ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, സ്കേർട്ടിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിറയെ ഫ്ലെയറുള്ള കാല് വരെ എത്തുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ്, സ്കേർട്സ് ആണ് അവർ വെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. നെക്ലേസസ്, ബാംഗിൾസ്, ആംഗിൾ ബെൽസ് ആൻഡ് അതർ ഐറ്റംസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓർണമെന്റ്സ് വോൺ ഡ്യൂറിങ് എ കഥകളി. കണ്ടോ, ഇങ്ങനെ കയ്യിൽ കണ്ടോ, അവർ ബ്രേസ്ലെറ്റ്സ് ഇടാറുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ നീളത്തിലുള്ള മാലകൾ ഇടാറുണ്ട്, ആംഗ്ലെറ്റ്സ് ഇടാറുണ്ട്. ഉള്ള കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. തെയ്യം കോസ്റ്റ്യൂം, തെയ്യത്തിൽ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂമിനെ പറ്റിയാണ്. ദ വൺ പ്രോമിനൻറ്റ് കളർ കോമൺലി ഫൗണ്ട് ഇൻ ഓൾ തെയ്യം കോസ്റ്റ്യൂം ഈസ് റെഡ്. The most attractive aspect of the Theyyam costume is that all its ornaments and attires are handmade using material sourced from nature, including the colors used for face painting and body painting. ഓക്കെ, തെയ്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കളർ ഏതാണ്? ഈ പിക്ചർ ഒന്ന് നോക്കിയേ, റെഡ്, ചുവന്ന കളറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, അവരുടെ മുഖത്ത് ഉപയോഗിച്ചിട്ടുള്ള ആ ചായം അല്ലേ, അതുപോലെ തന്നെ അവരുടെ ഓർണമെൻറ്റ്സ്, ആ കയ്യിലൊക്കെ കിടക്കുന്നതൊക്കെ കണ്ടോ, അതൊക്കെ നാച്ചുറലി നമ്മുടെ നേച്ചറിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഒട്ടുമിക്ക കാര്യങ്ങളും എന്തിൽ ചെയ്തിട്ടുള്ളത്, തെയ്യത്തിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. Items commonly found in most Theyyam costume include headgears, mudi, face mask, amulets, bangles, anklets and other ornaments. Below the waist they wear handmade skirts. ഈ രീതിയിലുള്ള ഓർണമെന്റ്സ് ഒക്കെയാണ് അവർ ഉപയോഗിക്കാറ് എന്നാണ് പറയുന്നത്. അരയ്ക്ക് താഴെ അവർ ഉപയോഗിക്കുന്നത് എന്താണ്? സ്കേർട്സ് ആണ് ഉപയോഗിക്കുന്നത്. അതും ഹാൻഡ് മെയ്ഡ് ആണ്, കൈകൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. മുടി എന്നാണ് അതിനെ പറയുക, അത് അവർ വെക്കുന്നുണ്ട്. അടുത്തത് എന്താണ്? മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടം കോസ്റ്റ്യൂം typically consists of a set of garments that includes a traditional off-white or cream-colored saree with gold borders adorned with beautiful മോട്ടീവ്സ്. വൈറ്റോ ഓഫ് വൈറ്റോ ഇതുപോലെയുള്ള സാരിയാണ് ഉപയോഗിക്കുക. കണ്ടോ, അതിൻ്റെ അറ്റത്ത് എന്താണ്, ആ ഒരു കസവൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എന്താണ്, കണ്ടോ. ഇനി അടുത്തത് ഭരതനാട്യത്തിനെ പറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സിൽ 6 പീസാണുള്ളത്. ബ്ലൗസ്, പൈജാമ, വേസ്റ്റിൻ്റെ അവിടെ ഒരു സ്മോൾ ഫാൻ പോലെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. പല്ലു, ധാവണി ഉണ്ട്, ലോങ് ഫാൻ, ബാക്ക് പീസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ എന്താണ്, കോസ്റ്റ്യൂം ഓൾറെഡി പ്രീ സ്റ്റിച്ച്ഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത രൂപത്തിൽ നമുക്ക് കിട്ടും. റെഡി ടു വെയർ ആണ്. എല്ലാ ആർട്ടിക്കിൾസിനും ഹുക്സും സ്ട്രിങ്സും ഒക്കെ ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെയാണ് ആ വേഷം വരിക. ഈ കണ്ടോ, ഈ ഞൊറിഞ്ഞിട്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഫാൻസ് എന്ന് പറയുന്നില്ലേ, അതിനെയാണ് ഫാൻ എന്ന് പറയുന്നത് കേട്ടോ. ബ്ലൗസ് ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഡ്രസ്സിങ്സും ഉണ്ട്.
ഇതാണ് ഭരതനാട്യം. ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലോത്തിങ്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിവ്, ക്ലോത്തിങ്ങിൽ, അതായത് വസ്ത്രധാരണത്തിലുള്ള വേർതിരിവ്. ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത് പണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം, അതായത് പണ്ട് താഴ്ന്ന ജാതികളിലുള്ള സ്ത്രീകൾക്കൊന്നും മേൽമുണ്ട്, അതായത് അരയ്ക്ക് മുകളിൽ വസ്ത്രം ഉപയോഗിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉത്രം തിരുനാൾ മഹാരാജാവ് എന്താണ് ഈ ഒരു പ്രൊക്ലമേഷൻ, അതായത് ഈ വിളംബരം പുറപ്പെടുവിക്കുകയാണ്, അവർക്കും അങ്ങനെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊക്ലമേഷൻ. മേൽജാതികളിലുള്ള സ്ത്രീകളെ പോലെ എല്ലാവർക്കും മാറും മറയ്ക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രൊക്ലമേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അന്നത്തെ ട്രാവൻകൂറിൻ്റെ കിങ്ങായ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859 താഴേക്കിടയിലുള്ള ലോവർ കാസ്റ്റിലുള്ള സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാം, അപ്പർ ക്ലോത്ത്സ് ധരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള വിളംബരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആരാണ് ആ പ്രൊക്ലമേഷൻ നടത്തിയതെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. സമയത്ത് കാസ്റ്റ് സിസ്റ്റം, ഇങ്ങനെ മേൽജാതി താഴ്ജാതി അങ്ങനെയുള്ള ഒരു സമ്പ്രദായം നിലവിൽ നിന്നിരുന്നു, തൊട്ടുകൂടായ്മയൊക്കെ നിലവിൽ നിന്നിരുന്ന ഒരു സമയമാണ് 1859 ആ കാലഘട്ടമൊക്കെ. അപ്പോൾ ചില സെക്ഷനിലുള്ള ആൾക്കാർക്ക്, അതായത് ഈ താഴത്തെ കാസ്റ്റ്, ലോവർ കാസ്റ്റ് എന്ന് അവർ പറയുന്ന ആൾക്കാർക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള വസ്ത്രധാരണം ആരുടെ മാത്രം അവകാശമായിരുന്നു? അപ്പർ കാസ്റ്റിൻ്റെ, അതായത് ഈ നമ്പൂതിരിമാരുടെ, ജന്മിമാരുടെ, അവരുടെയൊക്കെ മാത്രം അവകാശമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം കൊണ്ടുവന്നത് ഈ ഒരു ഉത്രം തിരുനാളിൻ്റെ പ്രൊക്ലമേഷനാണ്. അത് വന്ന വർഷം 1859 കേട്ടോ. ട്രാവൻകൂറിലെ നമ്മുടെ സദേൺ കേരള ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഭാഗം സെൻട്രൽ കേരളയുടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെയും ഒരു ഭാഗം ട്രാവൻകൂർ എന്ന് ആണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുണ്ടായിരുന്ന ആ ഒരു ഭാഗം ഇപ്പോൾ തമിഴ്നാടുവിലാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പർ ക്ലോത്ത് എഡ്യൂക്കേഷനെ പറ്റി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ്? Women of the so-called lower caste did not have the right to cover upper part of their body in front of upper caste. This protest is known as the history of upper cloth agitation. കേട്ടോ, ഇപ്പം ഞാൻ പറഞ്ഞ തന്നെയാണ്, മേൽമുണ്ട് ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെയാണ് അപ്പർ ക്ലോത്ത് എജിറ്റേഷൻ എന്ന് പറയുന്നത്. ഡിസ്കസ് ആൻഡ് മേക്ക് എ നോട്ട് അബൌട്ട് ദ വയലേഷൻ ഓഫ് റൈറ്റ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ക്ലോത്തിങ്. ഇത് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. Only women who were said to belong to the upper caste had the right to wear upper clothes as they wished. അതായത് ഉയർന്ന ജാതിക്കാർ, ജന്മിമാർ, അതുപോലെ തന്നെ നമ്പൂതിരികൾ, അല്ലേ, ബ്രാഹ്മണന്മാർ, അവർക്ക് മാത്രമേ മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരമുണ്ടായിരുന്നുള്ളൂ സ്ത്രീകളിൽ, കേട്ടോ. അപ്പോൾ വുമൺ ഓഫ് ദി സോ കോൾഡ് ലോവർ ക്ലാസ് ഡിഡ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു കവർ ദി അപ്പർ പാർട്ട് ഓഫ് ദെയർ ബോഡി. താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അധികാരമുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് എഗെയിൻസ്റ്റുള്ള പ്രൊട്ടസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പർ ക്ലോത്ത് എജിറ്റേഷൻ എന്ന് പറയുന്നത്. എജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭം എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കെതിരായിട്ടുള്ള പല രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾക്കെതിരായിട്ട് ഈ ക്ലോത്തിനെ, വസ്ത്രത്തെ നമ്മളൊരു വെപ്പണായിട്ട്, ആയുധമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ട്രഗിൾ ഏതാണ്? മഹാത്മാഗാന്ധി നടത്തിയ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൽ നമുക്ക് സ്വാതന്ത്ര്യം നടത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? നിങ്ങൾ ഈ പിക്ചർ കണ്ടിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹം ഒരു ചർക്ക കൊണ്ട്, കണ്ടോ, ഇങ്ങനെ നെയ്യുന്നത് കണ്ടോ? അതായത് എന്താണ്? ചർക്ക കൊണ്ട് ഇങ്ങനെ നൂലുകൾ നെയ്തെടുക്കുന്ന പിക്ചറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗാന്ധി മേഡ് ഖാദി, ചർക്ക ആൻഡ് ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആസ് എ പാർട്ട് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. He encouraged khadi clothes made by spinning in the chakka. He exhorted people to wear khadi clothes. Gandhiji demanded to boycott foreign clothes by making and wearing indigenous clothes. എന്താ പറയുന്നത്? അദ്ദേഹം ഖാദിയും ചർക്കയും ഒക്കെ ഉപയോഗിക്കാനാണ് എല്ലാവരോടും പറഞ്ഞത്. ഫോറിൻ ഗുഡ്സ്, അതായത് വിദേശ നിർമ്മിതമായ വസ്ത്രങ്ങൾ ഇനി ഇന്ത്യയിൽ ഉപയോഗിക്കേണ്ട, നമുക്ക് ഖാദി ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കാം അല്ലേ? ചർക്കയിൽ ഇങ്ങനെ ചർക്ക സ്പിൻ ചെയ്തുകൊണ്ട് ഖാദി ക്ലോത്ത്സ് വെയർ ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഗാന്ധിജി മെയ്ഡ് ഖാദി, ചർക്ക ആൻഡ് ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആസ് എ പാർട്ട് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യക്കാർ ഫോറിൻ ഗുഡ്സ്, വിദേശ നിർമ്മിതമായ സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി ഇങ്ങനെ ചർക്ക സ്പിൻ ചെയ്യുന്ന ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. കാര്യം കൊടുത്തിട്ടുണ്ട്, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ചർക്ക ബിക്കേം എ സിംബൽ ഓഫ് സ്വദേശി മൂവ്മെൻറ്റ്
ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഒരു സിമ്പലായിട്ട്, ഒരു ചിഹ്നമായിട്ട് എന്ത് മാറി? ചർക്ക മാറി. സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ നിർമ്മിതമായ സാധനങ്ങൾ ബഹിഷ്കരിക്കുക, ഇന്ത്യയിലുണ്ടാക്കിയ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതിനെയാണ് സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പാട്രിയോട്ടിസം എന്ന് പറയുന്നുണ്ട്. ഖാദി ക്ലോത്ത്സ് ഇടുന്നതും ഖാദി ക്യാപ്സ് ധരിക്കുന്നതും ഇന്ത്യൻ പാട്രിയോട്ടിസത്തിൻ്റെ ഒരു ഭാഗമായി മാറി. പാട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശഭക്തിയാണ് കേട്ടോ. ഫസ്റ്റ് 1905 സ്വദേശി മൂവ്മെൻറ്റ് തുടങ്ങിയത്. അതിൻ്റെ എയിം എന്തായിരുന്നു? ഇപ്പം നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷ് മെയ്ഡ് ഗുഡ്സ് ഉപയോഗിക്കാതിരിക്കുക, കൂടുതലും ഇന്ത്യൻ നിർമ്മിത സാധനങ്ങൾക്കും വസ്ത്രങ്ങൾക്കും പ്രോത്സാഹനം കൊടുക്കുക. ഓക്കെ. ഓഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് നമ്മൾ ആഘോഷിച്ചു വരുന്നത്. ഖാദി മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഖാദി മൂവ്മെൻറ്റ് തുടങ്ങിയത്. ഹൗ ഡിഡ് ചർക്ക ആൻഡ് ഖാദി ക്ലോത്തിങ് ബിക്കെയിം വെപ്പൺ ഓഫ് എജിറ്റേഷൻ? എങ്ങനെയാണ് ചർക്കയും ഖാദിയും ഒക്കെ എജിറ്റേഷൻ്റെ ഒരു ആയുധമായിട്ട് മാറിയത്? പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഗാന്ധിജി ഇരുന്ന് നെയ്യുന്ന ഒരു പോസ്റ്ററൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇതിൻ്റെ എന്താണ്? സ്വദേശി മൂവ്മെൻറ്റ്, ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാം. വി പ്ലെഡ്ജ് ടു ബൈ ഇന്ത്യൻ ഗുഡ്സ് ഓൺലി കേട്ടോ. ഇന്ത്യൻ നിർമ്മിത സാധനങ്ങൾ മാത്രം ഉപയോഗിക്കാൻ നമ്മൾ പ്ലെഡ്ജ് ചെയ്യുന്നു, അങ്ങനെ എഴുതാം. ബി ഇന്ത്യൻ, ബൈ ഇന്ത്യൻ ഇത് കൊടുക്കാം. ബി വോക്കൽ ടു ഗോ ലോക്കൽ, ഇതുപോലെയുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് വരയ്ക്കാം. ഇങ്ങനെയൊക്കെ അതാ അവർ കത്തിക്കുന്ന ഒരു പിക്ചറുണ്ട്, ഗാന്ധിജിയും ചർക്കയും ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം. ന്യൂ ട്രെൻഡ്സ് ഇൻ ക്ലോത്തിങ് എന്താ ചോദിച്ചിട്ടുള്ളത്? ഡു യു ലൈക്ക് ടു വെയർ ദ സെയിം ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ഓൾ ടൈം? അതെ ആണോ? നിങ്ങൾ വീട്ടിൽ ധരിക്കുന്നതും പുറത്ത് പോകുമ്പോൾ ധരിക്കുന്ന ഒരേ വസ്ത്രങ്ങളാണോ? അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ ഒക്കെ ഇടുന്നത് അല്ല അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? നോ. വാട്ട് ആർ യുവർ പ്രിഫറൻസസ് ഇൻ ഡ്രസ്സിങ്? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് പാൻസും ജീൻസും ഷർട്ടും ആണ് ഇഷ്ടമെങ്കിൽ ഐ പ്രിഫർ ടു വെയർ ജീൻസ് എന്ന് കൊടുക്കാം. എന്താണ് ഗേൾസ് ആണെങ്കിൽ എന്ത് കൊടുക്കാം? ഐ പ്രിഫർ ടു വെയർ പട്ടുപാവാട, അല്ലെങ്കിൽ ഐ പ്രിഫർ ടു വെയർ ഫ്രോക്ക് അല്ലേ, അല്ലെങ്കിൽ ഐ പ്രിഫർ ടു വെയർ കോട്ടൺ ഡ്രസ്സസ്, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. കണ്ടോ, പല രീതിയിലുള്ള വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലോത്ത് മാനുഫാക്ചറിങ്, ക്ലോത്ത് ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രമല്ല, ക്ലോത്തിൻ്റെ എന്താണ് വെറൈറ്റീസിലും അതിൻ്റെ ഡിസൈനിലും സ്റ്റൈലിലും ഒക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസസ് അനുസരിച്ച് അല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ടേസ്റ്റുകളും അനുസരിച്ചാണ് ഇന്ന് ഡ്രസ്സുകൾ വെയർ ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ പലരും പല രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇടുക. കാരണം എന്താണ്? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും പ്രിഫറൻസസും ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേസ്റ്റ് മാത്രമല്ല, ഇപ്പോൾ വരുന്ന അഡ്വർടൈസ്മെൻറ്റ് അല്ലേ, നമ്മൾ ഇപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ എന്താണ് റീൽസൊക്കെ കണ്ട് അതിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ ഇഷ്ടമായിട്ട് നമ്മൾ മേടിക്കാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ അല്ലേ, എല്ലാവരും ഇപ്പോഴത്തെ ഫാഷൻ എന്താണോ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഈ ഡ്രസ്സിങ്ങിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓർഗനൈസ് എ ഡിസ്കഷൻ ഓൺ ഹൗ അഡ്വർടൈസ്മെൻറ്റ്, നിങ്ങൾ തമ്മിലൊരു എന്താണ് ഡിസ്കഷൻ നടത്തുക, എങ്ങനെയാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ ഡ്രസ്സിങ്ങിനെ മാറ്റിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ പല എന്താണ് പറയുക, കുറേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അമ്മയൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കുറേ ഡ്രസ്സുകളുടെ കുറേ ബൊട്ടീക്കുകൾ, സ്റ്റിച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, ഓൺലൈനായിട്ട് ഡ്രസ്സുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എന്താണ് മീഷോ, ആജിയോ അല്ലേ, അതുപോലെയുള്ള ഡ്രസ്സുകൾ വിൽക്കുന്ന സൈറ്റുകളുണ്ട്, ഫ്ലിപ്കാർട്ടോ ആമസോണോ എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വന്നത്? നമ്മൾ അത്രയധികം ഡ്രസ്സുകൾ മേടിക്കുന്നുണ്ട് അല്ലേ, ഡ്രസ്സുകളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോത്ത് മാനുഫാക്ചറിങ്ങിലുള്ള എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? വീവിങ്, ഡൈയിങ് ഉണ്ട്, സ്പിന്നിങ് ഉണ്ട്, വീവിങ് ഉണ്ട്, കോസ്റ്റ്യൂം ഡിസൈനിങ്, സ്വീവിങ്, എംബ്രോയ്ഡറി, ഡിസൈനിങ്, ഇതൊക്കെ എന്താണ് ക്ലോത്ത് മാനുഫാക്ചറിങ് കൊടുക്കുന്ന തൊഴിലവസരങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ബ്രൈഡൽ ബ്ലൗസ് അല്ലേ, ഈ എന്താണ് കല്യാണ പെണ്ണുകളൊക്കെ ഇടുന്ന ബ്ലൗസുകൾക്ക് നല്ലോണം ഹാൻഡ് വർക്കുകൾ ഉണ്ടാവും അല്ലെ, മുത്തുകളൊക്കെ പതിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരാളായിരിക്കും, ആ ബ്ലൗസ് അടിക്കുന്നത് ഒരാളായിരിക്കും, അതിൻ്റെ മുകളിൽ ആ വർക്ക് ചെയ്യുന്നത് മറ്റൊരാളായിരിക്കും. അപ്പോൾ അങ്ങനെ പല ജോലി സാധ്യതകളും ഈ ക്ലോത്ത് ഇൻഡസ്ട്രി തുറന്നു കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്താണ്, ഹൗ ക്യാൻ വി കൺവേർട്ട് യൂസ്ഡ് ആൻഡ് അൺവാണ്ടഡ് ക്ലോത്തിങ് ഇൻ ടു യൂസ്ഫുൾ മെറ്റീരിയൽസ്? എങ്ങനെയാണ് നമുക്ക് ഉപയോഗിച്ച വസ്ത്രങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കുക?
ഒക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് നമുക്ക് വി ക്യാൻ മേക്ക് കാർപ്പറ്റ്സ് അല്ല, അതുകൊണ്ട് ചവിട്ടികൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ എന്താണ് പഴയ ഡ്രസ്സുകളിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെയുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാം അല്ലേ, ബാഗ്സ് പോലെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ പിന്നെന്താണ് ഗിവ് എ സാരീസ് വി വിൽ ഗിവ് യു ബാഗ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് കോർപ്പറേഷനൊക്കെ പറയുന്നതാണ്, നിങ്ങളുടെ പഴയ തുണികൾ തന്നാൽ ഞങ്ങൾ അതുകൊണ്ട് ബാഗുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല ഓർഗനൈസേഷനും ഇതുപോലെയുള്ള ഡ്രസ്സുകൾ അധികം കേടാവാത്ത ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് എന്താണ് റിലീഫ് ക്യാമ്പ്സിലേക്ക് എന്താണ് നമ്മൾ ഉപയോഗിക്കാത്ത കുറേ ഡ്രസ്സുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തിട്ട് അത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. നമ്മളെന്താണ് ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ വെറുതെ കത്തിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റിന്, നമ്മുടെ സറൗണ്ടിങ്സിന്, നമ്മുടെ ഭൂമിക്ക് തന്നെ അത് ഒട്ടനവധി നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പരമാവധി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ റീയൂസ് ചെയ്യുക, ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പല രീതിയിലാക്കിയിട്ട് കണ്ടോ, ഇത് ഹാൻഡിക്രാഫ്റ്റ്സ് പോലെ, കാർപ്പറ്റ് പോലെ അല്ലേ, കർട്ടൻ പോലെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ പറയുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്